Assalamu alaikum. Today we'll be starting first chapter in our economics, that is human resource development in India. So human resource development in India means we know that we have many types of resources that we can get from our India. Not only in India, in part of any world we can get many resources. So how we are getting used to that resources, or how we are changing the resources to its usable form. നമുക്ക് എങ്ങനെ കൺസ്യൂം ചെയ്യാം എന്നുള്ള രീതിയിൽ നമ്മൾ ആ റിസോഴ്സസിനെ എങ്ങനെയാണ് ട്രാൻസ്ഫോം ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ, manpower is very much needed to convert any resource into its usable form. ഏതൊരു റിസോഴ്സിനെയും അതിൻ്റെ യൂസബിൾ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്താണ് ആവശ്യം? മാൻ പവർ ആവശ്യമാണ്. Manpower is an important factor in making available goods and services. So we know that we get raw materials as the resources. Resources are raw materials നമുക്ക് കിട്ടും. And after that these raw materials are used to make a product. ആ raw materials എന്നാണ് എന്ത് ചെയ്യുന്നത്? പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത്. And how these products are reaching to the people? It reaches through different services. ഓരോ സർവീസസ് വഴി എന്ത് ചെയ്യുന്നു? ആ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് കൺസ്യൂം ചെയ്യുന്ന അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൽ എത്തിക്കുന്നു. ഇതാണ് നമ്മുടെ സർവീസ് എന്ന് പറയുന്നത്. അതിലാണ് നമ്മൾ മെയിൻലി ദർ ആർ 3 സെക്ടേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആൻഡ് വാട്ട് ആർ ദോസ് സെക്ടേഴ്സ്? പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ ആൻഡ് ടെറിഷ്യറി സെക്ടർ. ഇൻ ദ പ്രൈമറി സെക്ടർ വി ഇൻക്ലൂഡ് ദ പ്രൊഡക്ഷൻ ഓഫ് ദ റോ മെറ്റീരിയൽസ്. അതായത് ഇപ്പോൾ ഏത് പ്രോഡക്റ്റ് ആണോ നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഡെവലപ്പ് ചെയ്യാനുള്ള ആ പ്രോഡക്റ്റിൻ്റെ റോ മെറ്റീരിയലിൻ്റെ മാനുഫാക്ചറിങ് ആണ് പ്രൈമറി സെക്ടറിൽ വരുന്നത്. ആൻഡ് ഇൻ ദ സെക്കൻഡറി സെക്ടർ ദീസ് റോ മെറ്റീരിയൽസ് ആർ കൺവേർട്ടഡ് ഇൻ ടു എ യൂസബിൾ ഫോം. ഈ റോ മെറ്റീരിയൽസിനെ എന്ത് ചെയ്യുന്നു? യൂസബിൾ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. ആൻഡ് ദാറ്റ് ടൈം വി വിൽ ഗെറ്റ് എ ഫിനിഷ്ഡ് പ്രോഡക്റ്റ്. എന്ത് ചെയ്യും? നമുക്കൊരു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് കിട്ടും. And in case that these finished products should be sold, what we want to do, if finished products sold ആവുന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം? Then we are depending on the service sector. എന്ത് ചെയ്യുന്നു? സർവീസ് സെക്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. And this service sector includes the transportation facilities, and it will come under the tertiary sector. And many goods and services are necessary for improving human life and the progress of a country. So we know, like in each and every year we should know like our country is progressing or not. നമ്മുടെ country progress ആവുന്നുണ്ടോ ഇല്ലയോ നമുക്ക് അറിയാൻ പറ്റും. And how we are understanding is how the country or the people living in the country is using the resources to get a usable product. എങ്ങനെയാണ് സിറ്റിസൺ പ്രോഡക്ട്സിനെ ഒരു യൂസബിൾ പ്രോഡക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ റോ മെറ്റീരിയലിനെ യൂസബിൾ പ്രോഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നെന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് മനസ്സിലാക്കുന്നത്? പ്രോഗ്രസ് ഓഫ് എ കൺട്രി മനസ്സിലാക്കുന്നത്. ആൻഡ് ഓൾസോ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഇറ്റ്സ് ഇക്കണോമിക് ഗ്രോത്ത് റേറ്റ്. ഇക്കണോമിക് ഗ്രോത്ത് റേറ്റും എന്ത് ചെയ്യുന്നു? ഡിപ്പെൻഡ് ചെയ്യുന്നു. Human resource refers to people who have manpower which can be utilized in the production sector. So some people are not engaged in some sectors, so we can't think that they are a part of the പ്രോഗ്രസ്. എന്താണ് പ്രോഗ്രസിൻ്റെ ഭാഗമാണെന്ന് പറയാൻ പറ്റാത്ത ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ട്. ബട്ട് സം പീപ്പിൾ ആർ റെഡി ടു യൂട്ടിലൈസ് ദെയർ മാൻ പവർ ആൻഡ് ദെയർ തിങ്കിങ് എബിലിറ്റി, ആൻഡ് ഓൺലി ദോസ് ടൈപ്പ് ഓഫ് പീപ്പിൾ വിൽ ബി യൂസബിൾ ഫോർ ദി പ്രോഗ്രസ് ഓഫ് എ കൺട്രി. എന്താണ് തിങ്കിങ് എബിലിറ്റി യൂസ് ചെയ്യാനും മാൻ പവർ എബിലിറ്റി യൂസ് ചെയ്യാനും എന്താണ് വില്ലിങ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമായിരിക്കും ഒരു കൺട്രിയുടെ പ്രോഗ്രസ്സിന് ഭാഗമായിട്ട് മാറുന്നത്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹ്യൂമൻ റിസോഴ്സ് പ്രോഗ്രസ് എന്നൊക്കെ പറയുന്നത്. Increase in production and progress of a country can be accelerated only if the human resource is developed to the maximum. So though we have many resources, if we are not using those resources for the use of the people, then there will be no use. എന്താണ് നമുക്ക് ഒരുപാട് റിസോഴ്സസ് ഉണ്ട്, പക്ഷേ ആ റിസോഴ്സായി കിട്ടുന്ന റോ മെറ്റീരിയൽസിനെ എന്ത് ചെയ്യുന്നില്ല? ആരും യൂസ് ചെയ്യുന്നില്ല. അതേപോലെ ആ റോ മെറ്റീരിയൽസിനെ വി ആർ ജസ്റ്റ് ലീവിങ് ഇറ്റ് ബിഹൈൻഡ്, ദെൻ ദർ ഇസ് നോ പ്രോഗ്രസ് ഇൻ ദോസ് സെക്ടേഴ്സ്. എന്താണ് റോ മെറ്റീരിയൽസിനെ യൂസ് ചെയ്ത് ന്യൂ പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നില്ലെങ്കിൽ എന്തില്ല? നമുക്ക് ആ ഒരു സെക്ടറിൽ പ്രോഗ്രസ് ഒന്നും ഇല്ല. ആൻഡ് in human resource development, there are step-by-step processes that includes in the human resource development. And the first one is, in your textbook, you can read it by step. The first one, individuals take efforts to develop their own skills. So each and every individual will be having their own skills, right? So how the person is using the skill? എന്താണ് ഓരോരുത്തർക്കും ഉള്ള ആ ഒരു സ്കില്ല് ആ ഒരു ഇൻഡിവിജ്വൽ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നുള്ളത് ഫസ്റ്റ് കാര്യം. Family creates an environment for the development of the potential or of the individuals. പിന്നെ എന്താണ്? We need encouragement. If a person is ready to do something,
that person needs an encouragement. So for giving the encouragement, first the family will develop an environment where the person can use his potential. Potential means the ability to do some skill, അല്ലെങ്കിൽ അയാളുടെ പൊട്ടൻഷ്യലിനെയോ സ്കില്ലിനെയോ ഡെവലപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ എൻകറേജ് ചെയ്യാനുള്ള ഒരു എൻവയോൺമെൻറ്റ് ആര് ക്രിയേറ്റ് ചെയ്യും? Family. So the family creates an environment where a person will be encouraged enough to use his potential and skills. Various institutions and agencies provide facilities for education and training. Just like the school, we are coming to school for education, for getting education. After, once we will get education, training services will be given by the government itself. So like that, in order to understand about the skill and potential of an individual, various sectors are providing them the place or institutions to get their education, to get their training, everything. Nation provides necessary facilities for its people to develop their skills. And also I have told you, like government or the nation, government is providing each and every facility. Government എന്ത് ചെയ്യുന്നുണ്ട്? ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ഇൻഡിവിജ്വലിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഗവൺമെൻറ്റും ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. Now we will study about how the human resources are categorized. Mainly human resources are categorized into two. First one is quantitative features and the second one is qualitative features. Quantitative features is again divided into size of population, growth of population, population density and population structure. So in quantitative features that will come under the human resource, each and every factor depends upon the population. Quantitative feature ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് പോപ്പുലേഷനാണ്. So how much quantity is there? To find that, quantitative features are added to the human resource, and the quantitative features are divided into four: size of population, growth of population, population density and population structure. And another one important category of the human resources, qualitative feature. Qualitative feature means the quality. From the name itself you can understand the term is the quality, and the quality is divided into two: health and education. Education and health എന്താണ്? വിദ്യാഭ്യാസവും പിന്നെ ആരോഗ്യമാണ് ക്വാളിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? ക്വാളിറ്റി നോക്കി, അതിപ്പോൾ ഒരു വിൽ പവർ കാണുക അല്ലെങ്കിൽ ഒരു മാൻ പവർ കാണിക്കണമെങ്കിൽ ദാറ്റ് മാൻ വിൽ ബി the man has to pass through the educational quality and the health quality. So in this quantitative, growth of population is again divided into birth rate and death rate. So in a particular time, how many births are reported and how many deaths are reported. So the growth of population depends upon the birth rate and the death rate. And the population structure, which means how that society is made of. So in that it will come age structure, sex ratio, labor force participation rate, dependency ratio. So first one is age structure, then sex ratio, labor force participation rate and dependency ratio. And in qualitative features, education is again divided into otherwise. The thing that will include in the education is the literacy rate, and in healthcare, life expectancy. So how much is the person is healthy, എത്ര ആ പേഴ്സൺ എന്തുമാത്രം ഹെൽത്തി ആണെന്നുള്ളതിനെയാണ് ലൈഫ് എക്സ്പെക്റ്റൻസി എന്ന് പറയുന്നത്. സോ in human resource is mainly categorized into two. First one is quantitative feature and the second one is qualitative. Quantitative feature means the amount or the number, and in that the major thing that will come under this quantitative feature is the population. So size of population, growth of population, population density and population structure. And in growth of population, it mainly depends upon the birth rate and death rate. And population structure, it includes age structure, sex ratio, labor force participation rate and dependency ratio. And qualitative features has two division: education and health. In education, it includes the literacy rate. Literacy rate of a state means how much percentage of the people is educated, or how much percentage of people is having the educational facilities good. So in India, which state is having the most literacy rate? Kerala is having the literacy rate high in India. So according to healthcare, it is the life expectancy is included in the healthcare. അതായത് ഒരു വ്യക്തി എത്രത്തോളം ഹെൽത്തി ആണെന്നുള്ള കാര്യം ഈ ഹെൽത്ത് കെയർ ക്വാളിറ്റേറ്റീവ് ഫീച്ചേഴ്സ് ആയ ഹെൽത്ത് കെയറിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോ
As an introduction, I have told you what is human resource and about the three sectors and how the production and the development of a raw material is interconnected, and then I have discussed about the category or how the human resources are categorized, and it is categorized into two, quantitative and qualitative, and what are the subdivisions of quantitative and qualitative. And then from next class we will study about, first of all, size of population and the growth of population. So in growth of population we will be studying about birth rate and death rate. So that's it for today. Thank you. Assalamu alaikum.